ശരി, വസന്ത് ഒരുപാട് സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ശ്രീ പത്മനാഭൻ പ്ലീസ് അതിന് മറുപടി പറയാനുള്ള സമയമാണ്. അല്ല, ഞാൻ ഈ ചർച്ച അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ഞാനൊരു തമാശ പറയാം. ഈ കോൺഗ്രസ്സുകാർ ഒപ്പിച്ച ഒരു കോമഡി 1975-76 കാലഘട്ടത്തിൽ അവർ 39ാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നു. എന്താ അറിയുക അത് പറഞ്ഞത്? ഏതെങ്കിലും ഒരു വ്യക്തി രാഷ്ട്രപതിയായിട്ടോ ഉപരാഷ്ട്രപതിയായിട്ടോ പ്രധാനമന്ത്രിയായിട്ടോ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ തിരഞ്ഞെടുപ്പ്, സ്പീക്കറായിട്ടോ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ തിരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്യാൻ പാടില്ല. ഇത് വരാനുള്ള സാഹചര്യം എന്താ അറിയോ? 1971 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി റായ്ബറേലിയിൽ നിന്നും മത്സരിച്ചപ്പോൾ അവർ സർക്കാർ ജീപ്പുകൾ, അതായത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ജീപ്പുകൾ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നും അവരുടെ ചീഫ് ഇലക്ഷൻ ഏജൻറ്റ് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാജ്നാരായണൻ, അവരുടെ എതിർ സ്ഥാനാർത്ഥി രാജ്നാരായണൻ അലഹബാദ് ഹൈക്കോടതി കേസ് കൊടുത്തു. അയാൾ അവിടെ തെളിയിച്ചു, ഈ രാജ്നാരായണൻ അദ്ദേഹം അവിടെ തെളിയിച്ചു ഈ ആരോപണങ്ങളൊക്കെ ശരിയാണെന്ന്. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി അലഹബാദ് ഹൈക്കോടതി. ഇന്ദിരാഗാന്ധി സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തു. അപ്പോൾ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യറാണ് വാദം കേട്ടത്. ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ഒരു പാർഷ്യൽ സ്റ്റേ അനുവദിച്ചു. അതായത് അലഹബാദ് ഹൈക്കോടതി വിധിയെ തുടർന്ന് ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയത് പകുതി സ്റ്റേജ്, എന്നിട്ട് പറഞ്ഞു ഇന്ദിരാഗാന്ധിക്ക് പ്രധാനമന്ത്രിയായി തുടരാം, പക്ഷേ പാർലമെന്റിൽ MP എന്ന നിലയിൽ വോട്ട് ചെയ്യാൻ പാടില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമായിരുന്നില്ല. കാരണം അവർക്ക് 300 ചില്ലാന സീറ്റ് അവർക്ക് ഉണ്ടായിരുന്നു. 67 ക്ഷീണത്തിന് ശേഷം 71 അവർ ശക്തമായി തിരിച്ചു വന്നതാണ്. അപ്പോൾ ഒരുപാട് സീറ്റുണ്ട്, അവർക്ക് പ്രശ്നമായിരുന്നില്ല ഇന്ദിരാഗാന്ധിക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ അവരെന്താ ചെയ്തത്? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കുളിമുറിയിലുണ്ടായിരുന്ന പ്രസിഡന്റിനെ കൊണ്ട് ഒപ്പിടിച്ചു. അദ്ദേഹം കൈ മാത്രം പുറത്തേക്ക് ഇട്ടിട്ട് ഒപ്പിട്ടു എന്നാണ് അന്നത്തെ കാർട്ടൂണിസ്റ്റ്, പ്രശസ്ത കാർട്ടൂണിസ്റ്റ് വരച്ചത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഒപ്പിട്ട ആ അടിയന്തരാവസ്ഥയുടെ മറവിലാണ് ഈ 39ാം ഭരണഘടനാ ഭേദഗതി. അതായത് പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ സ്പീക്കറോ ആയി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന്. അതിലൊരു ക്ലോസ് ഉണ്ടായിരുന്നു, ഒരു കഷ്ണം കൂടി എഴുതി ചേർത്തു. എന്താണ്? ഈ ഭരണഘടനാ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യമുണ്ടെന്ന്. പാർലമെന്ററി ജനാധിപത്യം അത് രൂപപ്പെട്ടു വന്നത് ഇംഗ്ലണ്ടിലാണ് ഇത് സൃഷ്ടിക്കപ്പെട്ടത്. അവർ അന്തം വിട്ടുപോയി. ഇംഗ്ലണ്ടിലെ പാർലമെന്റേറിയൻസിനും പാർലമെന്റ് ജനാധിപത്യത്തെ പറ്റി പഠിച്ച പണ്ഡിതന്മാരും നിയമജ്ഞന്മാരും ഒക്കെ ബോധം കെട്ടുപോയി. കാരണം അവർക്ക് പോലും പാർലമെന്ററി ജനാധിപത്യത്തിൽ ഒരു ഭരണഘടനാ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യം കൊടുക്കാൻ പറ്റുന്ന അവർ പോലും ചിന്തിച്ചില്ല. അത്രയ്ക്കും ഭയങ്കര ബുദ്ധിയാണ് കാണിച്ചത്. ഇങ്ങനത്തെ ഓരോ കോമഡി ഒപ്പിച്ചവരാണ് നിങ്ങൾ. കൂടുതൽ വഷളാവണ്ട എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ ചരിത്രം നിങ്ങളെ വേട്ടയാടുകയാണ്. അതുകൊണ്ട് ഈ തരം ചർച്ചകൾക്കൊന്നും മെനക്കെടണ്ട. ഇനി മെനക്കെടുമ്പോൾ അതനുസരിച്ചുള്ള ആളുകളെ കൊണ്ടുവരണം. സ്വന്തം പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്തിൻ്റെ പേര് പോലും അറിയാത്ത ആളുകളെ കൊണ്ടുവന്ന് ഈ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വന്നാൽ അത് അബദ്ധമാവും. നിങ്ങളെ സഹായിക്കാൻ ആരുമില്ല. കമ്മ്യൂണിസ്റ്റുകാർ കണ്ട ഭാവം നടിക്കുന്നില്ല. സമാജ്വാദി പാർട്ടിക്കാർ പറയുന്നതൊക്കെ വേറെ കാര്യങ്ങളാണ്. കാരണം മുലായം സിംഗ് യാദവ് ജയിലിലായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് അഖിലേഷ് യാദവിന്റെ പിതാവ് മുലായം സിംഗ് യാദവ് ജയിലിൽ പിടിച്ചിട്ടതാണ്. ലാലു പ്രസാദ് യാദവ് പട്ന യൂണിവേഴ്സിറ്റി യൂണിയൻ പ്രസിഡന്റും മരിച്ചുപോയ സുശീൽ കുമാർ മോഡി ജനറൽ സെക്രട്ടറിയുമായിരുന്നു. രണ്ടാളെയും പിടിച്ച് ജയിലിലിട്ടതാണ്. അവരൊന്നും ന്യായീകരിക്കാൻ വരില്ല, അവരൊന്നും സഹായിക്കാൻ വരില്ല. വെറുതെ അവിടെ കിടന്ന് വെള്ളം കുടിക്കണ്ട. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ഒഴിവാക്കി, ഞാൻ ഭരണഘടനാ ചർച്ച വേണ്ടെന്നല്ല പറയുന്നത്. ഭരണഘടനയെ പറ്റി നമുക്ക് സംസാരിക്കണം. അത് നമ്മുടെ ജീവാത്മാവാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും വലുതാണ്. പിന്നെ സെബാസ്റ്റ്യൻ സാർ പറഞ്ഞു ഇതിനെ ആരാ സംരക്ഷിക്കുന്നതെന്ന്. ഒരു സംശയവുമില്ല, ഈ രാജ്യത്തിലെ സാധാരണക്കാരനാണ് ഇതിനെ സംരക്ഷിക്കുന്നത്. ഒരു പാർട്ടിയുമല്ല, ഒരു നേതാവുമല്ല. ഈ രാജ്യത്തിലെ സാധാരണക്കാരായ ജനങ്ങളാണ് ഈ ഭരണഘടനയെ സംരക്ഷിക്കുന്നത്. അതിനെതിരെ അക്രമമുണ്ടായപ്പോൾ അത് ചെയ്തവരെ പൊട്ടിച്ച് കയ്യിൽ കൊടുത്തത് അവരാണ്. അതുകൊണ്ട് സാധാരണക്കാർ, ഇന്ത്യൻ ജനത ഈ ഭരണഘടനയെ സംരക്ഷിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ അനാവശ്യമായി എടുത്തിടണ്ട. അതാണ് പറയുന്നത്. ആവശ്യത്തിന് വേണം, അനാവശ്യമായി എടുത്തിടണ്ട. ഒരു പൊളിറ്റിക്കൽ പോയിന്റ് സ്കോർ ചെയ്യാൻ വേണ്ടി ഭരണഘടനാ ചർച്ചയ്ക്ക് മെനക്കെടണ്ട. അത് നിങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഇന്നത്തെ തലമുറയ്ക്ക് പോലും പഴയ കഥകൾ പറഞ്ഞു കൊടുക്കാനുള്ള അവസരമായി ഞങ്ങൾ അതിനെ വിനിയോഗിക്കും. അത് മനസ്സിലാക്കിയാൽ മതി. അതെ, വലിയ മുന്നറിയിപ്പാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം.